ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിതാ നിൽക്കുന്നത് ഒരു പടുകൂറ്റൻ കപ്പലിൻ്റെ മുന്നിലാണ്. ഇതാണ് ടൈറ്റാനിക് കപ്പൽ. അപ്പോൾ ഈ വലിയ കപ്പൽ വന്നിറങ്ങിയിരിക്കുന്നത് എവിടെയാണെന്നല്ലേ? നമ്മൾ കൊല്ലത്ത് ആശ്രാമ മൈതാനത്താണ് ഈ വലിയ കപ്പൽ വന്നിറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മളിതാ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ കാണാൻ കാത്തിരുന്നതാണ്ട് കൊല്ലം മഹോത്സവം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 100 രൂപയാണ്. കുട്ടികൾക്ക് 3 വയസ്സ് മുതൽ ടിക്കറ്റ് എടുക്കണം. അവർക്കും 100 ചാർജസ് 100 രൂപ തന്നെയാണ്. പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ 4 മണി മുതൽ 9:30 വരെയും, അവധി ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ 3:30 മുതൽ 9. അങ്ങനെ നമ്മൾ തന്നെ ടൈറ്റാനിക് കപ്പലിൻ്റെ അകത്ത് കപ്പൽ ഓട്ടിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഇവിടെ 3 പേര് മാറി മാറി കപ്പൽ ഓട്ടിക്കുകയാണ് കേട്ടോ. അച്ഛനും മോളും മോനും എല്ലാവരും ഇവിടെ കപ്പൽ ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകമെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. കപ്പലിൻ്റെ അകമാണോ കൊട്ടാരത്തിൻ്റെ അകമാണോ എന്തുവാണെന്ന് അറിയാൻ വയ്യ. അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹോള് റൂം ഇങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. റോസിൻ്റെ റൂമും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം നമുക്ക് എല്ലാം ഒന്ന് വിശദമായിട്ട് കണ്ടു നോക്കാവേ. അപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്നത് കപ്പലിൻ്റെ അകത്തൂടെയാണ്. ഇതാ ഈ ഒരു അമ്മുമ്മ നിൽക്കുന്നുണ്ടോ? ഈ അമ്മുമ്മയെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ആരാന്ന്? ടൈറ്റാനിക് കപ്പൽ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇത് ആരാണെന്നറിയാം. അപ്പം ദാണ്ടെ റോസിൻ്റെ മാലയുണ്ട് ഇവിടെ. അത് പ്രഷ്യസ് ആയിട്ടൊരു ഗിഫ്റ്റ് പോലെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇതിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട്. അതായത് നടന്നാലും ഇരുന്നാലും ഒക്കെ തീരാം. അങ്ങനെ നമ്മളും കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെയും യാത്ര തുടങ്ങുവാണ്. നല്ലപോലെ നടക്കാനുണ്ട് കേട്ടോ. നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിനകത്ത് കയറി നല്ലതുപോലെ നടക്കാം. അങ്ങനെ നമ്മൾ നടന്ന് ലാസ്റ്റ് ചെന്ന് കയറുന്നത് റോസിൻ്റെ റൂമിലാണ് കേട്ടോ. റോസിൻ്റെ റൂം ആയിരിക്കണം എന്നാണ് നമുക്ക് തോന്നുന്നത്. കാര്യം ആ പിക്ചർ വരയ്ക്കുന്നത് എല്ലാം ഇവിടെ വെച്ചായിരിക്കും. അപ്പം എന്താ റോസ് ഇതാ ഇവിടെ കിടപ്പുണ്ട്. ജാക്ക് പിക്ചർ വരയ്ക്കുന്നുണ്ട്. എൻ്റെ മോളും അവിടെ ഇരുന്ന് പിക്ചർ വരയ്ക്കുന്നതാണൊക്കെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ അച്ഛൻ റോസിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും കണ്ട് ഇഷ്ടംപോലെ ഇങ്ങനെ കാണാനുണ്ട്. എന്തൊക്കെയാണ് കപ്പലിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് ഇതിനകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഇങ്ങനെ പാട്ടിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. പാട്ട് മാത്രമല്ല, ഈ നമ്മുടെ ടൈറ്റാനിക് കപ്പലിനകത്ത് നമ്മൾ ആ സിനിമയ്ക്കകത്ത് കാണുമ്പം ഉള്ള ഈ ഓഡിയോസും എല്ലാം ഇങ്ങനെ, വീഡിയോ ഇല്ലെങ്കിൽ ഓഡിയോ ഇങ്ങനെ അതിനകത്ത് ഡയലോഗുകളെല്ലാം ഇവിടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അതേപോലെ പാട്ടുകൾ മാറി മാറി ജാക്കിൻ്റെയും റോസിൻ്റെയും പാട്ടുകൾ ഇങ്ങനെ മാറി മാറി കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കയറുന്നത് ഗുണ കേവിലോട്ടാണ് കേട്ടോ. അപ്പം ഗുണ കേവ് കയറുന്നതിന് മുമ്പേ ഇതാണ് അതിൻ്റെ പുറത്തുള്ള ഇത്. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു കൊച്ചു വഴിയിലൂടെ ഇങ്ങനെ ഗുഹയിലൂടെ അകത്തേക്ക് ഇങ്ങനെ, ഭയങ്കര ഇരുട്ടാണ്. ഇനി വീഡിയോയിൽ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടായിരിക്കുമെന്ന് അറിയാൻ വയ്യ. നല്ല ഇരുട്ടായിരുന്നു അവിടെ. ഒത്തിരി നടക്കാനും ഉണ്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അവിടെ. ഇങ്ങനെ ഈ ഒരു ഗുഹയിൽ കൂടി ഇങ്ങനെ പോകുന്ന കണക്കുള്ളൊരു വഴി, അത് മാത്രമേ ഇതിനകത്തുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഫുള്ളും ഇങ്ങനെ നടക്കാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ നടക്കാനും. മേളിൽ കുറേ ഇങ്ങനെ മാറാലെന്നല്ലേ ഇതിന് പറയുന്ന ആണാണ്, മാറാലകളും ഒക്കെ വവ്വാലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സ്പേസ്. അങ്ങനെ തന്നെ നമ്മൾ ഇരുട്ട് നിറഞ്ഞ റൂമിൽ കൂടെ നടക്കാൻ ഒരുപാടുണ്ട് കേട്ടോ. കാര്യം പിന്നെ ഈ ഇരുട്ട് സംഭവങ്ങളൊക്കെ ഒരുപാട് അവർ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാര്യം നമ്മൾ സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ. ഗുണാക്കേവ് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ആഗ്രഹമുണ്ട്, ഇതുവരെ പോകാൻ സാധിക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അതിനകത്ത് സിനിമയിലെ കാണുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ ഷോപ്പുകളാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാ എക്സിബിഷനും ഉള്ളത് കണക്കുള്ള കടകളും കാര്യങ്ങളും ഒക്കെയാണ്. എല്ലാം ഒരേപോലെ തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന കണക്കുള്ള പാത്രങ്ങളുടെ കടകളും ഹലുവകളും അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ഒരുപാട് സാധനങ്ങളുള്ള കടകളാണ് ഇനി അങ്ങോട്ടെല്ലാം. അപ്പോൾ നമുക്കിനി അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇവിടെ ഗോസ്റ്റ് ഹൗസിൻ്റെ ഒക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് 80 രൂപ ചാർജാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.